ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരുപാട് പരിചയമുള്ളൊരു സംഭവം ഓർക്കുന്നില്ലേ? ലാസറിൻ്റെ മരണവും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നു. ലാസറിന് സുഖമില്ലാതെ ആയപ്പോൾ സഹോദരിമാർ ഈശോയെ അറിയിച്ചത് ഇങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമാണ്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്ന സഹോദരൻ രോഗിയായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഈ മർത്തായുടെയും മറിയത്തിൻ്റെയൊക്കെ സ്വാതന്ത്ര്യം ഈശോയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ഈശോയുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം മർത്തായും മറിയവും ലാസറും 3 പേരും ഒത്തിരി സമയം ഈശോയുടെ കൂടെ ചെലവഴിച്ചിട്ടുള്ളവരാണ് ഈ 3 പേരും. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കുടുംബമായിരുന്നു, സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു. എപ്പോൾ ചെന്നാലും ബഥാനിയ എന്ന് പറയുമ്പോൾ തന്നെ ഈശോയ്ക്ക് ഒരു വലിയ ഒരു ആവേശമായിരുന്നു ഈ ലാസറിൻ്റെ ഒക്കെ വീട് അവിടെ ഉള്ളതുകൊണ്ട്. ഈശോ സ്നേഹിച്ചിരുന്ന സഹോദരൻ വയ്യാതെയായി, സുഖമില്ലാതെയായി എന്നൊക്കെ കേട്ടിട്ടൊന്നും ഈശോ പോയില്ല. നമുക്കറിയാലോ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ. ഈശോ ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് വരുന്നു ഇവരുടെ അടുത്തേക്ക്. വന്ന പാടെ മർത്തായാണ് ആദ്യം ഈശോയെ കാണുക. കണ്ട പാടെ ഒരു കാര്യം പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈശോ മറുപടിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. അല്പസമയം കഴിഞ്ഞിട്ട് ഈശോ തന്നെ വിളിച്ചിട്ട് നമ്മുടെ മറിയം വരുന്നു. മറിയം ആദ്യം ഈശോയെ കാണുമ്പോൾ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. എന്ത് മർത്ത പറഞ്ഞത് കേട്ടിട്ട് ആവർത്തിച്ചതല്ല, മറിച്ച് ഉള്ളിലുണ്ടായിരുന്നത് പറഞ്ഞതാണ്. രണ്ടും ഒരുപോലെയായി. എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. 2 പേരുടെയും ഒരു ബോധ്യമായിരുന്നു, ഈശോ വീട്ടിലില്ലാതെ പോയി. ഇത്ര നാളും ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈശോയെ കാണണം തോന്നുമ്പോഴൊക്കെ ഈശോ വരും. ഇവർക്ക് ഈശോയുടെ അടുത്തേക്ക് പോകണം തോന്നുമ്പോൾ അപ്പോഴൊക്കെ ഇവർ ഈശോയെ കണ്ടുമുട്ടും. അത്രയും വലിയൊരു സുഹൃത്ത് ബന്ധം, ഒരു സ്നേഹത്തിൻ്റെ ബന്ധം, ആർക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്ത, ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത, തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധം അവർക്ക് ഈശോയായിട്ടും ഉണ്ടായിരുന്നു. അത്രയും സ്നേഹത്തിൻ്റെ ഒരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ബോധ്യം അത്, അവരുടെ മനസ്സിൽ അവർക്ക് അനുഭവപ്പെട്ട കാര്യം അത്. അനേകരെ സുഖപ്പെടുത്തുന്ന കണ്ടിട്ടില്ലേ? അനേകം കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെയൊക്കെ നന്മ ചെയ്ത് സൗഖ്യം കൊടുത്ത ഈശോ വന്നില്ലല്ലോ എന്നുള്ള വേദനയാണ്. ലാസർ മരിച്ചതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മനസ്സിൽ ഈശോ വരാത്ത എന്താ ഈശോയെ കാണാത്തത്, എന്താ ഈശോ പ്രാർത്ഥന കേൾക്കാത്തത്, ഇതാ ഇവരുടെ സങ്കടം. കരഞ്ഞു ഇവർ 4 ദിവസം കരഞ്ഞു എന്നാണ് പറയുന്നത്. കരഞ്ഞ് ഒരു പരുവായി. അവർ ഈശോയെ കൂടെ കരയിച്ചു. സത്യമല്ലേ? അവർ ഈശോയെ കൂടെ കരയിച്ചു 4-ാമത്തെ ദിവസം ഈശോ വന്നപ്പം. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം ഉണ്ടെങ്കിൽ, ഈശോയ്ക്ക് കൊടുക്കാനൊരു സമയം നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകൂട്ടോ. ഒരു വലിയ സമാധാനം ഭവനത്തിലുണ്ടാകൂട്ടോ. ഒരു സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകൂട്ടോ. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഈശോയെ കാണുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയം. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഈശോയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന, കളിക്കുന്ന, ചിരിക്കുന്നൊക്കെ സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയം. ഒന്നിച്ചു വരുന്ന സമയം. കുടുംബാംഗങ്ങളെല്ലാവരും, ഒരാളല്ല, 2 ആളല്ല, പകുതി പേര് ജോലിയിൽ, പകുതി പേര് അങ്ങാടിയിൽ അല്ല, എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഒരേ മനസ്സോടെ ഇരിക്കുന്ന സമയം ഈശോ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ഈശോ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്ന സമയമാണ്. കുടുംബ പ്രാർത്ഥനയുള്ള ഭവനങ്ങളിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഐശ്വര്യമുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അങ്ങനെയല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്? പ്രാർത്ഥനയുള്ള ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാവും. അല്ലായെങ്കിൽ മരണത്തിൻ്റെ അന്തരീക്ഷമാണ്. ലാസർ മരിച്ചപ്പോൾ എന്തായിരുന്നു? മരിച്ച വീട്ടിൽ എന്തൊക്കെ നടക്കും അത് മുഴുവൻ അവിടെ നടന്നു. അതിലുപരി ഈശോയുടെ സാന്നിധ്യം ഇല്ലല്ലോ എന്നുള്ള വേദന സഹോദരിമാരെ വേദനിപ്പിച്ചു, മുറിപ്പെടുത്തി വല്ലാതെ. സന്തോഷം മരിച്ചു പോയിട്ടുണ്ടോ വീട്ടിൽ? സമാധാനം ഇല്ലേ വീട്ടിൽ? സ്നേഹമെന്ന് പറയണത് അനുഭവിക്കാൻ അല്പം പോലും പറ്റുന്നില്ലേ? ഐക്യം ഒട്ടുമേ ഇല്ല, അങ്ങ് അടുത്ത് പോലും വരത്തില്ല. ആകെ 4 പേരെ ഉള്ളുവെങ്കിൽ 40 പേരുടെ പ്രശ്നങ്ങളാണ്, വഴക്കാണ്, അല്ലെങ്കിൽ അനൈക്യമാണ്, ഇഷ്ടക്കേടാണ് വീട്ടിൽ. അങ്ങനെയാണോ? ഒരു മരിച്ച വീടിന് തുല്യമായിട്ടാണോ ഇരിക്കുക? പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ.
മർത്തായും മറിയൊക്കെ ചെയ്ത കാര്യം കർത്താവേന്ന് ഉള്ളിൽ അവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, ഒന്ന് കാണാൻ, ഒന്ന് വരണേന്ന്, ഒന്ന് കാണണേന്ന്, ഒന്ന് കേൾക്കണേന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. വന്നു ഈശോ, ഉയർപ്പിച്ചില്ലേ ലാസറിനെ? ഈശോ കേൾക്കാതിരിക്കുമോ? നമ്മുടെ ഭവനങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഒന്നിച്ച് വരുന്ന, ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുന്നത് വളരെ നല്ലത്. ആദ്യമൊക്കെ കുറേ അധികം നാൾ മുമ്പൊക്കെ നമ്മുടെ കാരണന്മാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 75-80 വയസ്സുള്ള പ്രായമുള്ള മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരൊക്കെ വെളുപ്പിന് 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സാന്നിധ്യം ചോദിക്കുമായിരുന്നു. പ്രഭാതത്തിലേ ചോദിക്കും, ഇന്ന് ആദ്യം തന്നെ നിൻ്റെ മുഖം കാണാൻ ഭാഗ്യം തരണം ഈശോയെ, ഇന്ന് ആദ്യം തന്നെ നിൻ്റെ സ്വരം കേൾക്കാൻ ശക്തി തരണം ഈശോയെ, ഇന്ന് ആദ്യമായിട്ട് നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കൃപ തരണം ഈശോയെ. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ചില ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനാ മുറിയൊക്കെ ഉണ്ട്. ആ മുറിയിൽ വേറെ ആരും കയറുകയില്ല, വേറെ ഒരു കാര്യത്തിനും ആ മുറിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥനാ മുറിയാണ്. എന്ത് മനോഹരമാണ്! എല്ലാവരും ഒന്നിച്ച് ഈശോയുടെ കൂടെ ഇരിക്കുന്ന സമയം, പ്രാർത്ഥന സമയം, അത് വെട്ടിച്ചുരുക്കുന്നവരൊക്കെ കുറേ പേരുണ്ട്. പക്ഷേ ആഗ്രഹിച്ച് കൊതിയോടെ, നമ്മുടെ വീട്ടിലൊരു വലിയ അതിഥി വന്നാൽ എത്ര കൊതിയോടെ കാത്തിരിക്കും. 7 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 6 മണി ആകുമ്പോഴേക്കും നമ്മൾ തയ്യാറായി, നമ്മൾ ഒരുങ്ങി നോക്കിയിരിക്കും വാച്ചയിൽ. 6 മണി കഴിഞ്ഞു, 7 മണി ആകാറായോ, ഇനി എത്ര മിനിറ്റ് ഉണ്ട്, എപ്പോൾ വരും, കാറിൻ്റെ സ്വരങ്ങാനും കേൾക്കുന്നുണ്ടോ, ശ്രദ്ധ മുഴുവൻ ഗേറ്റിലേക്കാണ്, വഴിയിലേക്കാണ്, വരുന്നുണ്ടോ, എത്തിയോ, എപ്പോൾ എത്തും, എന്താ വൈകുന്നത്, എന്താ, ശ്രദ്ധ മുഴുവൻ വരുന്ന വിശിഷ്ടാതിഥിയിലേക്ക്, ഈശോ കുടുംബത്തിലേക്ക്, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വരുമ്പം കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? നമുക്ക് ആഗ്രഹിക്കണം കേട്ടോ. ഈശോയുടെ സാന്നിധ്യം, കുടുംബ പ്രാർത്ഥന ഈശോയ്ക്ക് ഒന്നിച്ച് വരാനുള്ള സമയം, ഈശോയും കുടുംബാംഗങ്ങളും ഒന്നിച്ച് ആനന്ദിക്കുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയം. മനസ്സ് തുറക്കുന്ന സമയം, വേദനകൾ തുറക്കുന്ന സമയം, പ്രാർത്ഥനകൾ ഉയർത്തുന്ന സമയം. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, എൻ്റെ പപ്പ ജോലിക്കായിട്ട് കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് ജോലിയാണ്. മമ്മി ഞങ്ങളെ 4 മക്കളെയും കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത്, ഒരു ദിവസം സന്ധ്യാസമയത്ത് വീട്ടിനുള്ളിലൊരു പാമ്പ്, അതിനെ കണ്ടതേ പേടിച്ചുപോയി. വല്ലാതെ ഞങ്ങൾ കണ്ടില്ല, മമ്മി മാത്രമേ കണ്ടുള്ളൂ. അതിനെ കൊന്നു. എന്താണേലും അന്ന് കുടുംബ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചു, തീക്ഷ്ണമായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ രാത്രി മുഴുവൻ മമ്മി പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഉറക്കം തെളിഞ്ഞ് നോക്കും, മമ്മി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. എന്നാ തന്നെ പ്രാർത്ഥിക്കുന്നത്, എന്താ ഉറങ്ങാത്ത തന്നെ? ഞാൻ പ്രാർത്ഥിക്കുക, മക്കളെ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കണം, കുടുംബത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണം, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണം. പ്രാർത്ഥിക്കുകയാണ് മാതാപിതാക്കൾ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ത്യാഗം സഹിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണ്, ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു പോകുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വളർത്തിയെടുക്കാൻ കുടുംബ പ്രാർത്ഥന ഏറെ നമ്മളെ സഹായിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാൾ മുതൽ തിന്മയായിട്ടുള്ളതൊന്നും കാണാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. എൻ്റെ കൂടെയുള്ളവർ ഒരുപാട് നല്ല കാര്യങ്ങൾ, സൽപ്രവർത്തികൾ ചെയ്യുന്നവരായതുകൊണ്ട് അതിൻ്റെയൊക്കെ പരിമളം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവർ ദുഷ്ടരല്ലാതിരുന്നത് കൊണ്ട്, തിന്മ ചെയ്യുന്നവരല്ലാതിരുന്നത് കൊണ്ട് തിന്മയിലേക്ക് വീഴാൻ എനിക്കിട വന്നില്ല. എന്നെ കർത്താവ് പൊതിഞ്ഞു പിടിച്ച് സഹായിച്ചു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നത് എങ്കിൽ ഞാനൊരു വലിയ പാപിയായി മാറുമായിരുന്നു. അങ്ങനെയാ കൊച്ചു ത്രേസ്യ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുക. കുഞ്ഞുനാൾ മുതൽ നല്ല കാര്യങ്ങളും സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ നൈസർഗികമായിട്ട് അതൊക്കെ സ്വീകരിക്കാനും അത് അനുകരിക്കാനൊക്കെയുള്ളൊരു താല്പര്യം കുഞ്ഞിലേ വളർന്നു വന്നു എന്ന് കൊച്ചു ത്രേസ്യ പറയുകയാണ്. വീണ്ടും കൊച്ചു ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് തട്ടി വീഴാമായിരുന്നു, വലിയ വലിയ കല്ലുകളിൽ കാല് തട്ടി വീഴാമായിരുന്നു, മാരക പാപത്തിൽ വീഴാമായിരുന്നു. പക്ഷേ കർത്താവ് ഞാൻ വീണു പോയേക്കുമെന്ന് കണ്ടതുകൊണ്ട് തന്നെ, അധിക സ്നേഹം കാണിച്ചതുകൊണ്ട് തന്നെ ആ കല്ലുകളൊക്കെ എടുത്തു മാറ്റി. കർത്താവ് കുഞ്ഞുനാൾ മുതലേ പാപത്തിൽ വീഴാതെ, വലിയ ചതിയിലോ വഞ്ചനയിലോ അപകടങ്ങളിലോ ഒന്നും വീഴാതെ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കുകയായിരുന്നു. വലിയ സ്നേഹമുള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ എളുപ്പമാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. സത്യമല്ലേ ഞാൻ പറയണത്? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ എത്ര വികൃതി കാണിച്ചാലും അവർക്ക് ഭാരമല്ല. കുഞ്ഞുങ്ങളെ ഭംഗിയായി വളർത്താൻ, കൃപയിൽ വളർത്താൻ മാതാപിതാക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധിയും പരിമളവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കേ കഴിയൂ. മാതാപിതാക്കൾക്ക് വലിയ ദൗത്യമുണ്ട് കേട്ടോ. അവരെ പാപം ചെയ്യുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് എൻ്റെ മോൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എൻ്റെ മോള് കുരുത്തക്കേട് കാണിച്ചു, ഇങ്ങനെ പറഞ്ഞ് പരസ്യം കൊടുത്ത് പാപത്തിൻ്റെ പരസ്യം പോലെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം വീട്ടിൽ വളർത്തുന്നുവെങ്കിൽ
നമുക്കവരെ നേടാൻ പറ്റുകയില്ലേ? നമുക്കവരെ സ്വർഗത്തിന് ഉടമകളാക്കി മാറ്റാൻ പറ്റുകയില്ലേ? വലിയ ഉത്തരവാദിത്വം ഓരോ മാതാവിനും ഓരോ പിതാവിനും ഉണ്ട്. എന്ത് ഉത്തരവാദിത്വം എന്നറിയോ? മക്കളെ വിശുദ്ധരായിട്ട് വളർത്താൻ, അവരും വിശുദ്ധരായിട്ട് മാറാൻ, വിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധരായിട്ട് മക്കളെ വളർത്താനും ഒക്കെയുള്ള വലിയ ഉത്തരവാദിത്വം. മാതൃത്വത്തിലേക്ക് പിതൃത്വത്തിലേക്കൊക്കെയുള്ള വിളി സ്വീകരിക്കുന്നവർക്ക് വലിയ ദൗത്യമാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. മക്കളെ പ്രാർത്ഥനയിലേക്കും കൃപയിലേക്കും നല്ല വിശുദ്ധിയിലും വളർത്താൻ കഴിയുന്നില്ല എങ്കിൽ, അവർ തിന്മയിലേക്ക് വീണു പോകുന്നുവെങ്കിൽ, പ്രാർത്ഥനയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ വളർന്ന് അവരുടെ നല്ല സ്വഭാവത്തിനൊക്കെ മാറ്റം വന്ന് പാപത്തിലേക്കാണ് മക്കൾ വീഴുന്നതെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയേണ്ടി വരും. സഹോദര സഹോദരി, കുടുംബ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വലിയ പ്രാധാന്യം. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഏത് സമയമാണെങ്കിലും, രാവിലെയാണോ സമയം, വൈകിട്ടാണോ സമയം, ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിക്കണം. പലരും പറയുന്നൊരു കാര്യം, സമയം കിട്ടുന്നില്ല സിസ്റ്ററെ, സമയം കിട്ടുന്നില്ല. സഹോദര സഹോദരി, ഈശോ ആണ് നിൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ നിയന്താവ് രാജാവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിനക്ക് എങ്ങനെയാണ് സമയം കിട്ടാതിരിക്കണത്? എത്രയോ സമയം, എത്രയധികം വേണേലും കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ നമുക്ക് വലിയൊരു താല്പര്യം വളർത്തിയെടുക്കണം. ഞാൻ ഓർക്കുന്നു, നമ്മുടെ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ബാല്യകാലാനുഭവങ്ങൾ. കുഞ്ഞുനാൾ മുതൽ ഈ പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ വരുമ്പോൾ കുഞ്ഞു മനസ്സിലൊക്കെ വരുന്ന വലിയ ദൈവത്തോടുള്ള സ്നേഹം. ഈ വിശുദ്ധ വിൻസെൻ്റ് പോൾ കുഞ്ഞുനാളിൽ ഇങ്ങനെയാണ് ചെയ്തത് പറയുക. കന്നുകാലികളെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ആ പോകുന്ന വഴിയിൽ കന്നുകാലികൾ തീറ്റയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധൻ ഓക്കുമരത്തിൻ്റെ ഒരു പൊത്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ മാതാവിൻ്റെ ഒരു കൊച്ചു രൂപം കൊണ്ടുവച്ചിട്ട് അതേ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപാട് സമയം. 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ജോലിക്കൊക്കെ പോവും. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. ഈ പൈസ മുഴുവൻ ഒരു പാവപ്പെട്ട ആൾക്ക് കൊണ്ടുകൊടുത്തു. മുഴുവനും കൊടുത്തു. കുറച്ച് പോലും ബാക്കി വയ്ക്കാതെ മുഴുവനും കൊടുത്തു. അതിൽ വലിയ സംതൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു. നമുക്കറിയാലോ, പാവങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ വിൻസെൻ്റ് പോൾ മാറിയത്. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്യാൻ, പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ, നല്ല നല്ല സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലാനും, നല്ല നല്ല സൽകൃത്യങ്ങളൊക്കെ ചെയ്യാനും മക്കൾക്ക് പ്രേരണ കിട്ടണമെങ്കിൽ, അത്തരത്തിൽ കുടുംബാംഗങ്ങൾക്കൊരു വലിയ ആവേശം വരണമെങ്കിൽ കുഞ്ഞുനാൾ മുതൽ കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട് കുടുംബ പ്രാർത്ഥനയോട് ഒന്നിച്ച്, കുടുംബത്തോട് ഒന്നിച്ച് ദൈവത്തെ വിളിക്കാനുള്ള ഒരു വലിയ മനസ്സും ഒരു വലിയ താല്പര്യവും നമ്മളിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല ശീലങ്ങൾ കുഞ്ഞു മനസ്സിൽ വളർന്നു വരും. കുഞ്ഞു മനസ്സിൽ കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ അവധിക്ക് ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇളയ ആങ്ങളയുടെ കൊച്ച്, 4.5 വയസ്സ് പ്രായം. കുടുംബ പ്രാർത്ഥനയുടെ സമയമായി, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് മുട്ടുകുത്തി. ഈ കൊച്ചുമോള്, അവളാണ് ആദ്യം കുരിശ് വരയ്ക്കാൻ ആരംഭിച്ചത്. അവളാണ് കർത്താവിൻ്റെ മാലാഖ ചൊല്ലിയത്. ജപമാലയുടെ ആദ്യത്തെ രഹസ്യം അവൾ മുഴുവനും ചൊല്ലി. മുട്ടയിൽ നിന്ന് കുഞ്ഞിക്കൈ കൂപ്പിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞുപോയി. കുഞ്ഞു പ്രായത്തിൽ ഈശോയെന്ന് വിളിക്കാൻ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുണ്ടാകണം. മാതാപിതാക്കളുടെ ജീവിതവും പ്രാർത്ഥനയായിട്ട് മാറണം. മാതാപിതാക്കളുടെ മനസ്സിൽ വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോയേക്കല്ല. ജോലിയിലേക്കല്ല ശ്രദ്ധ പോകേണ്ടത്. സമ്പത്തുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ച് കെട്ടിച്ച് വിവാഹം ചെയ്ത് അല്ലെങ്കിൽ അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച് വീട് പണിത് കൊടുത്ത് അല്ല കേട്ടോ, അതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അതൊക്കെ വേണം. പക്ഷേ അതിലുപരി ദൈവമേ എന്നുള്ള ചിന്ത കുഞ്ഞു മനസ്സിൽ തന്നെ മക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. കർത്താവ് നമ്മുടെ അരികിലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. കുഞ്ഞു മനസ്സിൽ തന്നെ പാപം ചെയ്യാതിരിക്കാൻ, പാപത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ളൊരു വലിയ ഭാഗ്യം. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഓർക്കുന്നില്ലേ? ഇങ്ങനെ പറയുമായിരുന്നു, പാപത്തേക്കാൾ മരണം. കൊച്ചു പാപം പോലും ചെയ്യാൻ ഡൊമിനിക് സാവിയോ സമ്മതിക്കുമായിരുന്നില്ല. വലിയ ഇഷ്ടമായിരുന്നു ഈശോയെ, വലിയ ഇഷ്ടമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു ഈശോയോട്. ഒത്തിരി സമയം പ്രാർത്ഥിക്കുമായിരുന്നു. ദേവാലയത്തിലൊക്കെ പോയി വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ചിലപ്പോഴൊക്കെ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പോലും മറന്നുപോകും. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ കൊച്ച് ഡൊമിനിക് സാവിയോ. മണിക്കൂറുകൾ മുട്ടയിൽ നിന്നിട്ട് ഒറ്റ നിൽപ്പങ്ങ് കണ്ണു അടച്ചിട്ടങ്ങ് നിന്നാൽ പിന്നെ അറിയല ആരൊക്കെ പോയി വന്നു, അതൊന്നും വിഷയമല്ല. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ കഴിവ്, ശക്തി മക്കളിലേക്കും പ്രവഹിക്കുകയാണ്. വിശുദ്ധ മരിയ കുര്യത്തി ഓർക്കുന്നില്ലേ? കുഞ്ഞു പ്രായത്തിൽ വിശുദ്ധയായ മോള്. അവൾ എന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ അമ്മ അസൂന്ത പറയുമായിരുന്നു, മോളെ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസമാണ്, ഓർമ്മയുണ്ടാകണം ഈശോ ഈ ദിവസം മുഴുവനും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടെന്ന്. എൻ്റെ കൊച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴും പണിയെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഈശോ കൂടെ ഉണ്ടെന്ന് എൻ്റെ മോൾ ഓർക്കണം. നല്ലത് പറഞ്ഞു കൊടുക്കുന്നൊരമ്മ, വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നൊരമ്മ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നൊരമ്മ ആയില്ലേ? വിശുദ്ധയായില്ലേ മരിയ കുര്യത്തി? പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും, ആരും അറിയാതെ സൂത്രത്തിൽ ഒളിവിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും അവൾ ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസിനും പോയില്ല. എങ്ങനെയൊക്കെ അലക്സാണ്ടർ പ്രേരിപ്പിച്ചിട്ടും ആ കൊച്ചുമോള് എതിർത്തു നിന്നു. പറ്റ
പറ്റുകയില്ല എന്ന് പറഞ്ഞു, ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ വിശുദ്ധയായി കാരണമായി തീർന്നത് അമ്മയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാ. അമ്മ വളർത്തി അങ്ങനെ. മോളെ പാപം ചെയ്തേക്കല്ലേ, മോളെ പ്രാർത്ഥിക്കണം, ഈശോയെ വിളിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതും വഴക്ക് പറഞ്ഞിട്ടല്ല, ശാസിച്ചിട്ടല്ല, എടുക്കടാ നടക്കടാ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല. അവരുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് തന്നെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ വരണം. അവരുടെ പ്രാർത്ഥനാ ശൈലി കണ്ടിട്ട്, അവർ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു വലിയ പ്രേരണ ലഭിക്കണം. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അവധിക്ക് വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് വർഷത്തിൽ 6 ദിവസം വീട്ടിലേക്ക് പോകാം. ഒരു ദിവസം അങ്ങനെ അവധിക്ക് ഞാൻ ചിലപ്പോൾ ഒത്തിരി ദൂരം യാത്ര ചെയ്തിട്ടാണ് വീട്ടിൽ ചെല്ലുക. ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും ടയേർഡാവും. അങ്ങനെ വീട്ടിൽ ഒരു 6:30-7 മണിയായി ഞാൻ വീട്ടിൽ ചെന്നപ്പം. കുളിച്ചു ഫ്രഷായി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം നമുക്ക്, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വരികയാണ്. എൻ്റെ പപ്പയ്ക്ക് 2 കണ്ണും കാണുകയില്ല. പിന്നെ ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ ആളാണ്. പ്രമേഹം അങ്ങേയറ്റമാണ്. കാല് ഒടിഞ്ഞിട്ട് സ്റ്റീലിൻ്റെ റോഡൊക്കെ ഇട്ടിട്ടുള്ള ആളാണ്. ഒത്തിരി മരുന്ന് എല്ലാ നേരവും കഴിക്കുന്ന ആളാണ്. ഇത്രയൊക്കെ അസുഖം ഉണ്ടെങ്കിലും അന്ന് ഞാൻ ഓർക്കുക, 7 മണിയൊക്കെ ആയി ചെന്ന് ഞാൻ കുളിച്ച് ഫ്രഷായി പ്രാർത്ഥിക്കാൻ എല്ലാവരും വന്നു. എനിക്ക് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം അങ്ങനെ അങ്ങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. പ്രാർത്ഥന കഴിക്കാനുള്ള ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചമ്രം പടിഞ്ഞ് അവിടെ ഇരുന്നു. പ്രാർത്ഥിക്കാൻ മടിയില്ല, ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ മുട്ടുകുത്താനൊരു മടി, ഒരു ക്ഷീണം അങ്ങ് തോന്നുകയാണ്. ഞാനങ്ങ് ചമ്രം പടിഞ്ഞിരുന്നു. ജപമാലയുടെ രഹസ്യത്തിൽ ആദ്യത്തെ രഹസ്യം പപ്പയാ ചൊല്ലുക. ഞാനൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കിയതാണ്, ചുമ്മാ ഒന്ന് നോക്കിപ്പോയപ്പോൾ ഞാൻ കണ്ടു പപ്പ മുട്ടയിൽ നിന്ന് 2 കൈയും വിരിച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരു കാലിൽ സ്റ്റീലിൻ്റെ റോഡാണ്, മുട്ടുകുത്താൻ പോലും പറ്റുകയില്ല. എന്നിട്ടും കാല് പറ്റുന്ന പോലെ മുട്ടയിൽ നിന്നിട്ട് 2 കണ്ണും കാണുകയില്ലെങ്കിലും കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന പപ്പയെ കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറി, കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ വേഗം മുട്ടുകുത്തി നിന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ത്യാഗവും അവരുടെ പരിശ്രമവും ദൈവത്തോടുള്ള അവരുടെ വിധേയത്വമൊക്കെ മക്കൾ കണ്ട് വളരുമ്പോൾ അവരുടെ കുടുംബത്തിൽ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ലാസറിന് പുതുജീവൻ കിട്ടിയ ഒരു വലിയ സന്തോഷം ലഭിക്കും കേട്ടോ. മരിച്ച വീട് പോലെ സന്തോഷമില്ല, സമാധാനമില്ല, സങ്കടമാണ് മുഴുവൻ, പരാതിയാണ് മുഴുവൻ, എപ്പോഴും വഴക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല. 3 പേരേ ഉള്ളൂവെങ്കിലും 3 അടുക്കളയാ, ആകെ ഒരു ഡൈനിങ് ടേബിളേ ഉള്ളൂവെങ്കിലും ഒരിക്കൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരികയില്ല, ഒരുമിച്ച് ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാൻ ഒന്നിച്ച് വരികയില്ല. ഇങ്ങനെയൊക്കെയുള്ള വീടുകളാണെങ്കിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ വിളിക്കണം, ഒരുമിച്ച് വരാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് ശക്തി കിട്ടട്ടെ. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. കൊച്ച് നാളിൽ പോലും അവർക്ക് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം, അവർക്ക് ആ പ്രാർത്ഥനയുടെ ചൈതന്യം കുഞ്ഞിലേ കിട്ടിയതുകൊണ്ടാണ് അവരൊക്കെ വിശുദ്ധരായത്. കുഞ്ഞിലേ അവർ വിശുദ്ധിയിൽ വളർന്നു വന്നു, കുഞ്ഞിലേ അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അൽഫോൻസാമ്മയുടെ അപ്പച്ചൻ ഓർക്കുന്നില്ലേ, മണലിലൊക്കെ മുട്ടുകുത്തിയിട്ട് ത്യാഗപൂർവ്വം ജപമാല ചൊല്ലുന്നത് ഒരുപാട് അൽഫോൻസാമ്മ കണ്ടിട്ടുണ്ട്. ത്യാഗപൂർവ്വം മണലെ മുട്ടുകുത്തിയിട്ട്, വേറെ തറയില്ലാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, ത്യാഗം സഹിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ടുള്ള ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അൽഫോൻസാമ്മയെ ഒരുപാട് അത് സ്വാധീനിച്ചായിരുന്നു. അൽഫോൻസാമ്മ അങ്ങനെ തന്നെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ത്യാഗം സഹിച്ച്. ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ഓർക്കുന്നു, കുളത്തുവെല്ലാം ധ്യാനിക്കാൻ വന്ന ഒരമ്മ ഒത്തിരി സ്നേഹത്തോടെ കുറേ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ മകൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും, പഠിക്കുകയില്ല. അത് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വർക്കിയച്ചൻ, ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ, മരിച്ചിട്ട് കബറിടത്തിൻ്റെ അടുത്ത് കുറേ മെറ്റൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിൽക്കാനൊക്കെയുള്ള സൗകര്യത്തിന് കുറേ മെറ്റൽ ഇട്ടിട്ടുണ്ട്. ഈ സഹോദരി വന്നിട്ട് എന്നോട് അനുവാദം ചോദിക്കുക, ഞാൻ ഇച്ചിരി മെറ്റൽ ഈ പുണ്യഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോട്ടെ, ഞാൻ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ പ്രാർത്ഥിക്കാനാ? മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനാ സിസ്റ്ററെ, അത് വിരിച്ചിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ സഹോദരി പിന്നീട് ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കണ്ടു, എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ ഞാൻ എന്നും ആ മെറ്റലയിൽ മുട്ടുകുത്തി മക്കളെ വേണ്ടി പ്രാർത്ഥിക്കും. അവരെ വഴക്ക് പറഞ്ഞിട്ടില്ല, പിന്നെ അവരെ ശാസിച്ചിട്ടില്ല. തിരുത്തണമെന്നൊക്കെ തോന്നിയപ്പോഴും സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കും, മോനെ ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് പഠിച്ചാലോ, മോനെ ഇച്ചിരി കൂടെ പ്രാർത്ഥിച്ചാലോ, സ്നേഹത്തോടെ പറയാറുള്ളൂ. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട്, മക്കളെ വിശുദ്ധിയിൽ വളർത്താൻ കൃപ തരണേന്ന്, മക്കൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ ജ്ഞാനം തരണേന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മോൻ മിടുക്കനായി സിസ്റ്ററെ, എല്ലാ പരീക്ഷയിലും 80% മേലെ മാർക്ക് ഇപ്പം വാങ്ങുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു, മിടുക്കനായിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ അറിയാം. ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ അല്പം പോലും തീക്ഷ്ണത കുറയ്ക്കല്ലേ, അല്പം പോലും മടി കാണിക്കല്ലേ. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, അത് ഇരുന്നും നടന്നും കിടന്നുമല്ല, ഒന്നിച്ച് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ, 2 മുട്ടും നിനക്ക് കുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്തിയിട്ട് തന്നെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ കണ്ണുനീരും കുടുംബത്തിൻ്റെ അധ്വാനവും ഈശോ സ്വീകരിക്കും. വലിയ പ്രതിഫലം തരാൻ കാത്തു നിൽക്കുന്ന കർത്താവ് വിശുദ്ധരെ വാർത്തെടുക്കുന്നത് കുടുംബ
കുടുംബങ്ങളിൽ നിന്നാണ്. വിശുദ്ധരെ രൂപപ്പെടുത്തുന്നത് കുടുംബങ്ങളാണ്. വിശുദ്ധർ വളർന്നു വരുന്നുവെങ്കിൽ അത് കുടുംബങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കണ്ടിട്ടുള്ള സൽകൃത്യങ്ങളും പരിഹാര പ്രവർത്തികളും. ക്രിസ്മസിന്, ഈസ്റ്ററിനൊക്കെ നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ലേ? 8 നോമ്പ് ഓർക്കുന്നില്ലേ? ക്രിസ്മസിനൊക്കെ ഒരുക്കായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. പഠിച്ച കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് പറയുമായിരുന്നു, മക്കളെ 40 നന്മ നിറഞ്ഞ മറിയം എല്ലാ ദിവസവും ചൊല്ലണം. അപ്പം ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇത്ര നമുക്ക് കൊടുക്കാൻ പറ്റും, ഈശോയ്ക്ക് 1000 നന്മ നിറഞ്ഞ മറിയമേ കൊടുക്കാൻ പറ്റും, മക്കൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രേരണ തരുമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള എത്രയോ പേര് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സുഹൃത ജപങ്ങൾ ചൊല്ലാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വിശുദ്ധരെക്കുറിച്ച്, അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ, വിശുദ്ധ ക്ലേരയുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്. വിശുദ്ധരെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവരുടെ മാധ്യസ്ഥം ചോദിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം സ്വർഗ്ഗമാണ്. നമ്മുടെ കുടുംബത്തിൽ ഐക്യം നമ്മൾ അറിയാതെ നിലനിൽക്കും. എത്ര ഭിന്നതകൾ വന്നാലും അതൊക്കെ എളുപ്പം മാറിപ്പോവും. എത്ര തിന്മയുടെ സ്വാധീനം വന്നാലും അതിൽ നിന്ന് മോചനമായി വലിയ ശക്തിയായി നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ മടി കാണിക്കരുതേ. ലാസറിൻ്റെ ഭവനം ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഭവനമായിരുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു ഭവനമാക്കി, ഈശോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കൂടെ ഇരിക്കാനും സംസാരിക്കാനും ചിരിക്കാനും തമാശ പറയാനും ഒന്നിച്ച് ഭക്ഷിക്കാനൊക്കെ വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ കൃപ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായി, രക്ഷകനായി അങ്ങ് കൂടെ ഉണ്ടാകണേ. അനേകം വിശുദ്ധരെ സഭയ്ക്ക് സമ്മാനിക്കാൻ, രക്തസാക്ഷികളെ പോലും അനേകം മിഷണറിമാരെ സമ്മാനിക്കാൻ, ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്ന അനേകം ധീരയോദ്ധാക്കളെ സഭയ്ക്ക് സമ്മാനിക്കാൻ, അങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാൻ യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ, സമയം കണ്ടെത്താൻ, തീക്ഷ്ണതയോടെ, ത്യാഗപൂർവം, പരിഹാര മനോഭാവത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ രൂപപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായി, രാജ്ഞിയായി അമ്മ എന്നും ഉണ്ടാകണമേ. അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ കുടുംബത്തെ വളർത്താൻ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കണേ അമ്മേ ഞങ്ങളുടെ ജീവിതങ്ങൾക്കായി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.